കുടിക്കും മോളെ, കരയാതിരിക്കും മോളെ. വിശക്കുന്നുണ്ട് ആന്റി. ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് കണ്ണനെ കാണുന്നതിന് മുന്നേ മരിച്ചു പോകുന്ന ഞാൻ വിചാരിച്ചത്. വാ മോളെ, എണീറ്റ് എഴുന്നേക്കും മോളെ. ഈ പ്രശ്നം സോൾവ് ആയെന്നാണ് ഞാൻ വിചാരിച്ചത്. തുടങ്ങിയുള്ളൂ എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോഴേ തീർത്തേനെ ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഒരു റൈറ്റ് ചെയ്ത് റോങ് ആയി. ഇനിയിപ്പോ റോങ് ചെയ്തതിന് റൈറ്റ് ആകണോ അച്ഛാ? ഇമ്പോസിബിൾ. ഞാൻ എല്ലാത്തിനും സാക്ഷിയുണ്ട്. എല്ലാം എനിക്കറിയാം. ജീവൻ പോയത് എന്റെ ഫ്രണ്ടിന്റെയാ. എന്നിട്ടും എനിക്ക് അറസ്റ്റ് ചെയ്യിക്കാൻ പോലും കഴിഞ്ഞില്ല. തെരുവിലൊരു പട്ടി ചത്തു കിടന്നാലും സ്ക്രോളിംഗ് കൊടുക്കുന്ന മീഡിയാസ് ഇത്ര വലിയൊരു ക്രൈം നടന്നിട്ടും അറിഞ്ഞില്ല എന്ന് വെച്ചാ അർത്ഥം എന്താടാ? അറിയേണ്ടവർ അറിഞ്ഞ ആ നിമിഷം അവരുടെ കൺട്രോളിലുള്ള ആ നാട് ശ്മശാനമാക്കി മാറ്റി. ഈ വിവരം അറിയാവുന്ന ഞങ്ങളുടെ IAS-ലും IPS-ലും ആരും റിയാക്ട് ചെയ്തില്ലടാ. പവറിനെയും സിസ്റ്റത്തിനെയും എവിടെ നിർത്തണമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാ ആൾക്കാരിങ്ങനെ തെരുവുകൾ തോറും മരിച്ചു വീഴുന്നത്. ഞാനിപ്പോൾ ആലോചിക്കുന്ന വേറൊന്നിനെയും കുറിച്ചല്ലടാ. ഇപ്പൊ ആ നാടിനെയും ഇവിടെയും എങ്ങനെ രക്ഷിക്കുമെന്ന അതാ എന്റെ ഭയം. കോവിലിൽ നീ സത്യം ചെയ്യാതിരുന്നപ്പോ എനിക്ക് വിഷമം തോന്നിയിരുന്നു. എന്നാൽ ഇവിടെ കുറിച്ച് അറിഞ്ഞപ്പോ നീ ചെയ്തത് തന്നെയാണ് ശരി. അപ്പൊ നീ റിയാക്ട് ചെയ്തത് ആണായതുകൊണ്ട് മാത്രമല്ല, മനുഷ്യത്വം ഉള്ളതുകൊണ്ടാ. ഇപ്പോഴാ എനിക്ക് നിന്നോട് ശരിക്കും റെസ്പെക്ട് തോന്നുന്നത്. നിന്നെ സ്നേഹിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷെ നിനക്ക് ഞാൻ കറക്റ്റ് അല്ല. അവളാ നിനക്ക് കറക്റ്റ്. അവളുടെ അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. അവളെ നീ വിട്ടുകൊടുക്കരുത്. ആ പ്രശ്നവും വിട്ടുകളയരുത്. നിനക്കെപ്പോ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിന്റെ കൂടെ ഞാനുണ്ട്. ഐ മീൻ ഇറ്റ്. എനിക്ക് അവനെ അവളെ ഉടനെ വേണം. കാപ്പി കുടിക്ക്. എനിക്കിപ്പോ വേണ്ട. കുടിക്കട, ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ടല്ലോ. പിടിക്ക്. അല്ല കുട്ടി, നിന്റെ പേരെന്താ? ജാനു എന്നല്ലേ? അറിയാം. ഫ്ലാഷ് ബാക്ക് ഞാനും കേട്ടതാ. നിനക്ക് സാമ്പാർ ഇഷ്ടമാണോ? ഇവിടെയും സാമ്പാറാ. ഇഷ്ടമാണെങ്കിൽ നിനക്ക് ഞാൻ എന്ന് സാമ്പാർ ഉണ്ടാക്കി തരാം. അത് ഉണ്ടെങ്കിൽ മെഡിസിന്റെ ഒരാവശ്യമില്ല മോളെ. സാമ്പാർ തന്നെ നല്ലൊരു മെഡിസിനാ. അങ്ങനെയാണെങ്കിൽ ക്യാൻസറും കൂടി സാമ്പാറും കൊണ്ട് ചികിത്സിക്കാൻ ഡോക്ടറോട് പറയാം. കളിയാക്കണ്ട. കല്യാണം കഴിഞ്ഞാ ഞാൻ ഇവൾക്ക് സാമ്പാർ കൊടുത്തു കൊടുത്ത് എന്നെ പോലെ ആക്കിയെടുക്കും. നോക്കിക്കോ. എങ്ങനെയുണ്ട്? ഹാപ്പി ആയില്ലേ? ഹലോ, ജാനു എന്റെയാ. ഇത്ര നാളും അവൾ അവിടെയായിരുന്നു. ഇപ്പൊ അവൾ ഇവിടെയാ ഉള്ളത്.
പോയി കോഫി കുടിക്ക്. പോടാ. എവിടെയാണോ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യും. ആൺകുട്ടിയാണെന്ന്, ഹീറോയാണെന്ന് ഞാൻ സീറോ. അല്ലടി, നിന്നെ ഞാൻ കൊന്ന് ബോഡി പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ പോവാ. എവിടെ അവൻ? എന്താ ഒരു സീൻ. ഇവനാ ഇവനാ നീ എന്നോട് കളിക്കാൻ നോക്കുക. അതെപ്പോഴേ തുടങ്ങി. നീ അതൊക്കെ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. മാനസ മർഡർ കേസിൽ അവന്റെ കാല് വെട്ടിയത് ഞാനാ. DGP റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ നിന്റെ കൂട്ടാളിയെ കൊന്നത് ഞാനാ. ഗോകുൽ രാജിന്റെ വീട്ടിൽ കയറി അവനെ അവന്റെ മറ്റവന്മാരെ മുഴുവൻ തല്ലിയത് ഞാനാ. നിന്റെ ചുറ്റുള്ളവരൊക്കെ ഞാൻ ക്ലിയർ ചെയ്തു. ഇനിയുള്ളത് നീ മാത്രമാണ്. മറ്റുള്ള ഒരുത്തനെയും പോലെ അല്ലാത്തൊരു ബ്രാൻഡ് ഉണ്ടടാ എനിക്ക്. വിജയ് ധനുഷാണ് ഞാൻ. ബ്രാൻഡ് 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 മെയ്ഡ് ഇൻ ജപ്പാൻ ഒടിഞ്ഞു പോയില്ലേ? മെയ്ഡ് ഇൻ ചൈന പൊട്ടിപ്പോയില്ലേ? മെയ്ഡ് ഇൻ അമേരിക്ക ഒടിഞ്ഞു പോയില്ലേ? ഏതെങ്കിലും ഒരുത്തിനിട്ട് 4 എണ്ണം കൊടുക്കാൻ വേണ്ടത് ബ്രാൻഡ് അല്ലടാ, ചങ്കുറപ്പാണ്. ടേൺ കണക്കിന് അതുണ്ടടാ. നിനക്ക് കാണണോ? ഈ തൊലിവെളുപ്പും ഡ്രസ്സിംഗ് ഒക്കെ കണ്ട് ഞാനൊരു കുഞ്ഞാടാണെന്ന് കരുതണ്ട. മാസ് കൊല മാസ്.